കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ജനത്തിന് ഈ വർഷവും ഒരുമിച്ച് കൂടാൻ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ, കൂട്ടായ്മ അനുഭവിക്കുവാൻ ഒക്കെയും ദൈവം ഒരുക്കി തന്ന നല്ല അവസരം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല, നാം അടുത്തു വന്നിരിക്കുന്നത് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ക്യാമ്പിൻ്റെ പ്രമേയമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തമായിരിക്കുന്ന ചോദ്യവും ആണ്. ആർ നമുക്ക് വേണ്ടി പോകും? അതാണ് ഈ ക്യാമ്പിൻ്റെ പ്രമേയവും. ഈ ക്യാമ്പിലുടനീളം മുഴങ്ങി കേൾക്കണം എന്ന് സംഘാടകരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്ന സവിശേഷമായിരിക്കുന്ന ഒരു സന്ദേശവും ഒരു ചോദ്യവും. വളരെ ശക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആർ നമുക്ക് വേണ്ടി പോകും? അതിവിടെ മനോഹരമായി രേഖപ്പെടുത്തി വച്ചിട്ടും ഉണ്ട്. കർത്താവിൻ്റെ നിയോഗത്തെ സ്വീകരിക്കാനും ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിക്കുവാൻ ഉള്ള മനസ്സൊരുക്കവും എനിക്കുണ്ട് എന്നുള്ള തീരുമാനമാണ് വാസ്തവത്തിൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ പോകട്ടെ എന്ന് ചിന്തിച്ചാൽ ശരിയാകില്ല. പണ്ടാരോ സഭയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്, അടിയനിതാ അളിയനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പകരം ആർ പോകേണ്ടു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ കണ്ടെത്തുവാനായിട്ട് ഇടയാകുമ്പോഴാണ് ആ ചോദ്യം അതിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത്. കർത്താവിൻ്റെ നിയോഗത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിക്കുവാനായിട്ടുള്ള ഒരു നല്ല തീരുമാനവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമാണ്. മുഴുവൻ സമയം അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ പ്രസക്തമായിരിക്കുന്ന ചോദ്യം. കടൽ കടന്നു പോകണോ, സ്വദേശത്ത് പാർക്കണോ, അതൊക്കെ ദൈവത്തിൻ്റെ ഹിതവും ഓരോ വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ നിശ്ചയിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു എഴുത്തുകാരൻ പറഞ്ഞു, ക്രോസിംഗ് സീ നെവർ മേക്സ് ആൻ ഓവർസീസ് മിഷണറി. കടൽ കടന്നു എന്നുള്ളത് കൊണ്ട് ആരും സ്വതവേ ഒരു സുവിശേഷകനാകുന്നില്ല. കർത്താവിൻ്റെ നിയോഗത്തെ സ്വീകരിക്കുന്നതും അതിനെ പ്രസ്താവിക്കുവാനായിട്ട് ഉള്ള ശ്രമം നടത്തുമ്പോഴുമാണ് ആ ഒരു നല്ല നിയോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തെ അധികരിച്ച് സംസാരിക്കണം എന്നാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായം വായിക്കാത്ത വിശ്വാസികൾ നന്നേ ചുരുക്കമായിരിക്കും. അവിടുത്തെ വിഷനെക്കുറിച്ചും അവിടുത്തെ പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാത്ത ആളുകൾ വളരെ വളരെ ചുരുക്കമായിരിക്കും. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് പ്രവാചകൻ കണ്ട മനോഹരമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ദർശനത്തെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞതുകൊണ്ട് മരിച്ചതിന് ശേഷം എന്ന് കണക്കാക്കണം എന്ന് നിർബന്ധമില്ല. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം കണ്ട വിഷൻ ആയിരിക്കാം. അദ്ദേഹത്തെക്കുറിച്ച്, ഉസിയാവിൻ്റെ മരണത്തെക്കുറിച്ച് പഴയ നിയമ പണ്ഡിതന്മാർ പറയുന്ന BC 739 അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ മരണത്തിന് മുൻപ് യെശയ്യാവ് കണ്ട ഒരു ദർശനമായിരിക്കാം. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭമായി ദൈവത്തിൻ്റെ വിളി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളായിരുന്നിരിക്കാം അത്. അല്ലെങ്കിൽ ഉസിയാവ് മരിച്ച ഉടനെ കണ്ട ഒരു ദർശനമായിരിക്കാം. ഉസിയാവിൻ്റെ ശേഷം യഹൂദിയുടെ ഭരണത്തിലേക്ക് വന്ന യോഥാം തൻ്റെ ഭരണം ആരംഭിച്ചതായിട്ടും അവിടെ പറയുന്നില്ല. എന്തായാലും ഒരു വല്ലാത്ത ട്രാൻസിഷൻ ടൈമിൽ യെശയ്യാവ് കണ്ട ഒരു മനോഹരമായിരിക്കുന്ന ദർശനമാണ്.
ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് ഉസിയാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന, വളരെ സക്സസ്ഫുൾ ആയിരുന്ന ഒരു രാജാവായിരുന്നു. ഉദ്ദേശം 52-53 വർഷങ്ങളോളം അദ്ദേഹം ആ രാജ്യത്തെ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പോകുന്നു എന്ന പ്രതീതി ജനിപ്പിച്ച ഒരു കാലമാണ്. നല്ലൊരു സൈന്യം, ഉറപ്പുള്ള അതിർത്തികൾ, അതുപോലെ മനോഹരമായിരിക്കുന്ന ദൈവാലയം, അവിടുത്തെ ശുശ്രൂഷകൾ, സ്റ്റേറ്റ് ട്രഷറി ആണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ ഇഷ്ടം പോലെ പണം, എല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുമിച്ച് വളരെ യോജിച്ച് വന്ന ഒരു കാലമാണ് ഉസിയാവിൻ്റെ കാലം. എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പോകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ച ഒരു കാലമാണ്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നൽ പൊതുവിലുണ്ടെങ്കിലും ദൈവജനത്തിൻ്റെ സ്ഥിതി ഒട്ടും ആവേശഭരിതമല്ല, മനോഹരമല്ല എന്ന ഒരു വലിയ ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അത് സ്വീകരിക്കുവാനായിട്ട് മനസ്സില്ലാത്ത, അതിന് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുക്കപ്പെടാത്ത ഒരു സമൂഹമായി ദൈവത്തിൻ്റെ ജനം അധപ്പതിച്ച് തുടങ്ങുന്ന ഒരു വല്ലാത്ത കാലത്താണ് യെശയ്യാവ് തൻ്റെ വചനത്തെ പ്രസ്താവിക്കുവാനായിട്ട് ദൈവം തന്നെ എഴുന്നേൽപ്പിക്കുകയും തന്നോട് ഈ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ചിന്തിക്കാനായിട്ട് സാധിക്കും, കാര്യങ്ങൾ നന്നായി പോകുന്നു എന്ന പ്രതീതി ഉള്ളപ്പോൾ തന്നെ കാര്യങ്ങൾ നന്നായിട്ടാണോ പോകുന്നത്? ഞാൻ ഒരുപക്ഷെ ചർച്ചിൽ പോകുന്നുണ്ട്, പല ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ചില മീറ്റിങ്ങുകളിൽ ആളുകളൊക്കെ വരുന്നു കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ആത്മീയമായിട്ട് നാമും നമ്മുടെ ജനവും എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആത്മീയമായിട്ടുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതിയെ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അളവുകോൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിച്ച് കേൾക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ വചനത്തെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ടവരല്ല ദൈവജനം എങ്കിൽ മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അത് ആരോഗ്യമുള്ള ഒരു സമൂഹമായി ഇരിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വല്ലാത്ത കാലത്തിലാണ് യെശയ്യാവ് തൻ്റെ ശുശ്രൂഷ ചെയ്തത്. ഈ അധ്യായം വായിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കുന്ന, നമ്മുടെ മുൻപിലുള്ള ചോദ്യം, ആർ നമുക്ക് വേണ്ടി പോവും? എല്ലാവരും പോവില്ല, എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കുകയില്ല, എല്ലാവരും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവരും അല്ല. എന്നാൽ ചില ആളുകൾ പോകും, തീർച്ചയായിട്ടും പോകും. അതിന് പ്രായമൊന്നും വിഷയമൊന്നുമല്ല. ചില മനുഷ്യർ തീർച്ചയായിട്ടും പോകും. എങ്ങനെയുള്ള മനുഷ്യരാണ് പുറപ്പെടുന്നത് എന്ന് ഈ വേദഭാഗത്ത് പരിശോധിച്ച് ചില വാക്കുകൾ നമുക്ക് പറയാം എന്നാണ് ഞാൻ വാസ്തവത്തിൽ ചിന്തിക്കുന്നത്. പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ദൂരദേശത്തേക്ക് പോകുന്ന ചില ആളുകൾ കണ്ടേക്കാം. എന്നാൽ അങ്ങനെയല്ലാതെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനകളെ സ്വീകരിച്ച് അതിൻ്റെ വക്താക്കളായിട്ട് നിലനിൽക്കുവാൻ തീരുമാനമെടുക്കുന്ന ചില ദൈവമക്കളും കണ്ടേക്കാം. ഏത് നിലയിലാണെങ്കിലും ശരി, അവർ കർത്താവിന് വേണ്ടി നിൽക്കുവാനും കർത്താവിനെ സാക്ഷിക്കുവാനുമുള്ള തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ എടുക്കുന്നവരെയാണ് ആ നിലയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, ആർ കർത്താവിന് വേണ്ടി പുറപ്പെടും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു ദർശനം ലഭിച്ചവർ കർത്താവിന് വേണ്ടി പുറപ്പെടും, അല്ലാത്തവർക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ കാണാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്ര പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. പ്രിയമുള്ളവരെ, എല്ലാവരും പുറപ്പെടുവാനായിട്ട് ഒരുക്കപ്പെട്ട ആളുകളല്ല, എല്ലാവരും പുറപ്പെടുകയുമില്ല.
ആര് പോകും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അതിമഹത്തായിരിക്കുന്ന ഒരു ദർശനം കണ്ട ആളുകൾ പുറപ്പെടും. ആർ കർത്താവിന് വേണ്ടി നിൽക്കും എന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ച് ഒരു ദർശനം കണ്ട ആളുകൾക്ക് മാത്രമേ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യൻ, ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ പ്രവർത്തനത്തിന് ഹൃദയങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കാത്ത ഒരു മനുഷ്യൻ കർത്താവിന് വേണ്ടി പുറപ്പെടും എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം ഈ വേദഭാഗത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഴമേറിയ ദർശനം ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ സ്വീകരിക്കുന്ന മനുഷ്യർക്കാണ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കുവാനും പുറപ്പെടുവാനും ആ നിലയിലുള്ള ശുശ്രൂഷകളെ ചെയ്യുവാനും ആയിട്ട് വാസ്തവത്തിൽ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശുശ്രൂഷയുടെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ താൻ കണ്ട ദൈവത്തിൻ്റെ ദർശനവുമായിട്ട് അതിന് ആഴമേറിയ ബന്ധം ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷ പിന്നീടുള്ള അധ്യായങ്ങളിൽ 66 അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, വളരെ മനോഹരമായിരിക്കുന്ന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അതിശക്തമായിരിക്കുന്ന ഒരു സന്ദേശമാണ് താൻ ദൈവജനത്തിന് മുൻപാകെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് താൻ കണ്ട ദൈവത്തിൻ്റെ ദർശനമാണ് എന്ന് പറഞ്ഞാൽ അത് 100% സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ കർത്താവിന് വേണ്ടി നിൽക്കുകയും പുറപ്പെടുകയും ചെയ്ത മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ വലിയ ദർശനങ്ങളെ പ്രാപിച്ച ആളുകളാണ്. അബ്രഹാമിനെ പരിശോധിച്ചാൽ, ഇസഹാക്കിനെ പരിശോധിച്ചാൽ, യാക്കോബിനെ പരിശോധിച്ചാൽ, മോശയെ പരിശോധിച്ചാൽ, പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവരെക്കുറിച്ചൊക്കെ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കണ്ട സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേടുള്ളവനായിട്ട് തീരുവാൻ തനിക്ക് ഇടയായി തീരരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ദർശനത്തെ പ്രാപിച്ച മനുഷ്യർക്ക് മാത്രമാണ് സ്വർഗത്തിലെ ദൈവത്തിനു വേണ്ടി തങ്ങളുടെ ജീവകാലത്ത് നിൽക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ദർശനം നമ്മുടെ ഹൃദയങ്ങളെ മൂടിപ്പോയിരിക്കുന്നു. ലോകത്തിൻ്റെ മനോഹാരിതയും ലോകത്തിൻ്റെ വശ്യതയും ലോകത്തിൻ്റെ ആകർഷണീയതയും എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദർശനത്തെ പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത വളരെ ദയനീയമായിരിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം കർത്താവിന് വേണ്ടി പുറപ്പെടും എന്ന് വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും വാസ്തവത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ ക്യാമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ. യെശയ്യാവിൻ്റെ പ്രവചന ശുശ്രൂഷയെ പരിശോധിച്ചാൽ താൻ ദൈവജനത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ചും താൻ പ്രവചിച്ചു. ചുറ്റുമുള്ള ജാതികളെക്കുറിച്ച് താൻ പ്രസംഗിച്ചു. ദൈവജനത്തിൻ്റെ കാപട്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും താൻ പ്രസംഗിച്ചു. ആ ശുശ്രൂഷകളൊക്കെയും ചെയ്ത കാലത്ത് താൻ ധൈര്യപ്പെട്ട് നിൽക്കുവാനായിട്ട് തന്നെ പ്രാപ്തനാക്കി തീർത്ത വിഷയം എന്ന് പറയുന്നത് താൻ കണ്ട ദൈവത്തെങ്കിലുള്ള തൻ്റെ ഉറപ്പും തൻ്റെ നിശ്ചയവുമാണ്. ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദർശനവും അങ്ങനെയുള്ള ഒരു ദർശനമാണ്. താൻ ദൈവത്തെക്കുറിച്ച് കണ്ട ദർശനം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഒന്ന് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹത്വാനായിരിക്കുന്ന ദൈവം, സർവാധികാരിയായിരിക്കുന്ന ഒരു ദൈവത്തെ താൻ കണ്ടു. മാത്രമല്ല തന്നെക്കുറിച്ച് പറയുന്നത്, തൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ ആലയത്തെ അങ്ങനെ നിറച്ചിരിക്കുന്നു. താൻ രാജാവാണ്, താൻ മഹത്വാനാണ്. റോയൽറ്റി ആൻഡ് മജസ്റ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം കണ്ട ഒരു മനുഷ്യനാണ് യെശയ്യാവ്. മാത്രമല്ല സിറാഫുകൾ പറയുന്നത് എന്താണ്? പരിശുദ്ധൻ 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 എന്നാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം കണ്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും കാണാത്ത ഒരു ദർശനവും വാസ്തവത്തിലുള്ള ദൈവികമായിരിക്കുന്ന ദർശനങ്ങൾ അല്ല എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പ്രിയമുള്ളവരെ, ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനമുള്ളത്? നമുക്ക് വളരെ പ്രയോജനമുണ്ട്. അങ്ങനെയുള്ള ഒരു സിംഹാസനത്തിലല്ല ദൈവം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ പുറപ്പെട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അധികാരം എന്ന് പറയുന്ന ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ഭരിക്കുന്നതാണ്. 103-ാമത്തെ സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, യഹോവയുടെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വമാണ്. ജാതികളുടെ മേൽ, രാജ്യത്വങ്ങളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, എല്ലാറ്റിൻ്റെ മീതെ അധികാരമുള്ള ദൈവം
നമുക്ക് സഹായമായി, നമുക്ക് പരിചയമായി, നമുക്ക് ബലമായി നമ്മുടെ കൂടെയുള്ളതാണ് മിഷൻസിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. കാണാത്തതും അറിയാത്തതുമായിരിക്കുന്ന ദേശങ്ങളിലേക്ക് എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുവിശേഷത്തെ അറിയിക്കുവാനായിട്ടുള്ള നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാറ്റിൻ്റെയും മീതെ അധികാരമുള്ളവനായിരിക്കുന്ന ദൈവം എൻ്റെ വലതുഭാഗത്തുണ്ട് എന്നുള്ള ഉറപ്പാണ് മിഷൻസിൻ്റെ ഉറപ്പ്. ആർ നമുക്ക് വേണ്ടി പുറപ്പെടുമെന്ന് ചോദിച്ചാൽ, ചില മനുഷ്യർ ഈ ദർശനങ്ങളെ കണ്ടിട്ടുണ്ട്. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ദൈവത്തെ, സർവ്വമഹത്വം കൊണ്ട് നിറഞ്ഞവനായിരിക്കുന്ന ദൈവത്തെ, വിശുദ്ധിയുടെ അവസാന വാക്കായിരിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ദൈവത്തെ കണ്ടിട്ടുള്ള മനുഷ്യർക്കാണ് പുറപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ക്യാമ്പിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യത്തിൽ അങ്ങനെ മനോഹരമായിരിക്കുന്ന ഒരു ദർശനത്തെ വരച്ച് കാണിക്കട്ടെ. അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കട്ടെ, നമ്മുടെ ചിന്തകളെ അത് തീ പിടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു ദൈവദാസൻ കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. സംവൺ ലാർജർ ദാൻ അവേഴ്സെൽസ്, നമ്മളെക്കാൾ വലിയവനായിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ശത്രുക്കളെക്കാൾ വലിയവനും ശക്തനുമായിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ എല്ലാ പാപങ്ങളെക്കാളും കൃപാലുവായിരിക്കുന്ന ഒരു ദൈവം, ഈ ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അതാണ് നമ്മുടെ ആശ്വാസവും നമ്മുടെ സന്തോഷവും നമ്മുടെ ബലവും എന്ന് പറയുന്നത്. നമ്മളെക്കാൾ വലിയവനായിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ സകല ശത്രുക്കളെക്കാൾ ബലവാനായിരിക്കുന്ന ശക്തനായിരിക്കുന്ന ഒരു ദൈവം, മാത്രമല്ല നമ്മുടെ സകല കുറവുകളെയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും തക്കവണ്ണം മതിയായവനായിരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തിൻ്റെ ഒരു വലിയ ദർശനമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മിഷൻസിൻ്റെ ധൈര്യവും മിഷൻസിൻ്റെ നട്ടെല്ലും മിഷൻസിൻ്റെ ബലവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദർശനം വീണ്ടും ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ജ്വലിപ്പിക്കട്ടെ, ചിത്രീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് താഴേക്ക് പോയാൽ കാണുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ്റെ പാപപ്രശ്നത്തെക്കുറിച്ച് വചനാനുസൃതമായിരിക്കുന്ന ഒരു പരിജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ പുറപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ പാപപ്രശ്നങ്ങളെക്കുറിച്ച് വചനാനുസൃതമായിരിക്കുന്ന പരിജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമാണ് വാസ്തവത്തിൽ പുറപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം വായിച്ചു, ഏതോ ചില രാജ്യങ്ങളിലെ ജനന നിരക്ക് എന്ന് പറയുന്നത് 40% 30% മറ്റാണ്. ആ രാജ്യത്തെ ക്രൈമിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 570%. എന്തൊരു പ്രപ്പോർഷനാണ് ഇല്ലേ, എന്തൊരു പ്രപ്പോർഷനാണ്. 10-40% അവിടുത്തെ ജനന നിരക്ക്. അവിടുത്തെ ക്രൈമിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 570 അതിൽ കൂടുതലുമായിരിക്കുന്ന സ്ഥിതിയാണ്. ആ രാജ്യത്തെ അനാരോഗ്യകരമായിരിക്കുന്ന ഗർഭചിത്രവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 400%. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, ദൈവത്തെ അറിയുന്ന മനുഷ്യർക്കാണ് മനുഷ്യനെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിച്ച മനുഷ്യനാണ് സ്വന്തം അശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകൻ ഇവിടെ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തെ കണ്ട മാത്രയിൽ താൻ പറഞ്ഞ പ്രസ്താവന അത്യത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത്യത്ഭുതകരമായിരിക്കുന്ന പ്രസ്താവനയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 5-ാം വാക്യത്തിൽ, അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണ പുരാണങ്ങളിലൊക്കെ ദൈവത്തെ കണ്ടാൽ ആളുകൾ എന്താ ചെയ്യുന്നത്? വരം ചോദിക്കുമില്ലേ, എനിക്ക് ഇത്ര സ്വർണ്ണ നാണയം തരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രാജ്യങ്ങളെ തരണം എന്നൊക്കെ പറഞ്ഞ് അവർ ദർശനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് വരങ്ങളാണ്. എന്നാൽ ഇവിടെ വളരെ വരങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. ഇവിടെ ആകെ കാര്യങ്ങൾ വളരെ വിഷമാവസ്ഥയിലായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ദർശനം കണ്ട മാത്രയിൽ യെശയ്യാ പ്രവാചകൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്നാണ് താൻ പറയുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വിശുദ്ധി കണ്ടപ്പോഴാണ് താൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ എത്ര അശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്കെൻ്റെ ദൈവത്തിന് മുൻപാകെ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഹൗ റെച്ചഡ് ഐ ആം, ഞാൻ എത്രയോ നഷ്ടപ്പെട്ടവനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപാകെ ഞാൻ ഏതുമില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ എന്നുള്ള ചിന്ത തന്നെ വിലാപത്തിലേക്കും സങ്കടത്തിലേക്കും ഏറ്റുപറച്ചിലേക്കും നയിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി സ്വയം നീതീകരിക്കുന്ന മനുഷ്യരാണ്.
ഒത്തിരി സെൽഫ് ജസ്റ്റിഫിക്കേഷനൊക്കെ പറയുന്ന ആളുകളാണ്. ഞാൻ അങ്ങനെയും ഇങ്ങനെയുമൊക്കെയാണെന്ന് പറയാനായിട്ട് പലപ്പോഴും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ട്, നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. നാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നാം വളരെ അഭിമാനമുള്ള ആളുകളാണ്. എന്നാൽ അതൊക്കെ എപ്പോൾ വരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ദർശനം കാണുന്നത് വരെയാണ് നമ്മുടെ എല്ലാ ന്യായീകരണങ്ങളും ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസിയേക്കാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഒരു വ്യക്തിയാണോ? ഒരിക്കലുമല്ല. യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ നിവർന്നു നിന്നാൽ യഹൂദിയ എന്ന് പറയുന്ന രാഷ്ട്രം മുഴുവൻ അവൻ്റെ സ്വരത്തിനായിട്ട് ചെവിയോർക്കുന്ന അത്ര പ്രഗത്ഭനായിരിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണ്. താൻ ദൈവത്തിൻ്റെ ദർശനം കണ്ടതേ പറഞ്ഞു, എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ് എന്ന് താൻ പറയുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയുള്ള ജനത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ വസിക്കുന്നത്. പ്രിയമുള്ളവരെ, തൻ്റെ പാപം എന്ന് പറയുന്നത് തൻ്റെ അധരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ പാപം എന്ന് പറയുന്ന അവരുടെ അധരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപമാണ്, ജനത്തിൻ്റെ അശുദ്ധിയാണ്. അദ്ദേഹം ദൈവത്തിന്റെ ദർശനം കണ്ടതേ ആദ്യമേ പറഞ്ഞ പ്രസ്താവന ഈ ജനം ശരിയല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ ശരിയല്ല എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതാണ് ശരിയായിരിക്കുന്ന വിശുദ്ധിയുടെ ദർശനം എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് ദർശനം കണ്ട മനുഷ്യൻ ഉടൻ തന്നെ ജനത്തിന്റെ പാപത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് താന് ആദ്യമേ ഏറ്റു പറയുവാനായിട്ട് തീരുമാനിച്ചത് തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ആണ്. ആ ഒരു ചിന്തയും ആ ഒരു ദർശനവും നമ്മുടെ ജീവിതങ്ങളെ കയറി പിടികൂടുവാനായിട്ട് ഈ നാളുകളിൽ വാസ്തവത്തിൽ ദൈവം ഇടയാക്കി തീർക്കട്ടെ. അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദർശനത്തെ കണ്ട മാത്രയിൽ താൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട് തീരുമാനിച്ചു. താൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അതിൻ്റെ ഒരു ദീർഘമായിരിക്കുന്ന ലിസ്റ്റൊന്നും അവിടെ ഒരുപക്ഷെ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ പാർക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ഇടപെട്ടും സംസാരിച്ചും സഹവർത്തിച്ചും അങ്ങനെയുള്ളവരുടെ പങ്കാളിത്തത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിൻ്റെതായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വ്യക്തിത്വത്തിലും എൻ്റെ ശുശ്രൂഷകളിലും ഉണ്ട്. അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദർശനങ്ങളെ കാണുന്ന മനുഷ്യർക്ക് ഉള്ള ഏറ്റവും സ്വാഭാവികമായിരിക്കുന്ന ഒരു പ്രതികരണമാണ് സെൽഫ് ഹംബ്ലിംഗ് എന്ന് പറയുന്നത്. തന്നെ ദൈവത്തിന് മുൻപാകെ താഴ്ത്തുവാനായിട്ടുള്ള ഒരു മനസ്സും ഒരു വലിയ താല്പര്യവും അവർക്ക് ഉണ്ടാകും. ഞാൻ ഇങ്ങനെ വായിച്ച സമയത്ത് ഒരു പുസ്തകത്തിൽ കണ്ടു, വേദശാസ്ത്രപരമായിട്ടും അതുപോലെ കൺകോർഡൻസിൻ്റെ സഹായത്താലും ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുന്നതിൽ കാര്യമില്ല. ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ വിശുദ്ധിയുടെ മനോഹരമായിരിക്കുന്ന ചിത്രങ്ങളെ പ്രദർശിപ്പിച്ച് ജീവിക്കുമ്പോഴാണ് അത് ക്രിസ്തീയമായിരിക്കുന്ന വിശുദ്ധി ആയിട്ട് മാറുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, വേദശാസ്ത്രത്തിൻ്റെ സഹായത്താലും അതുപോലെ കൺകോർഡൻസിൻ്റെ സഹായത്താലും ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുന്ന പ്രക്രിയയേക്കാൾ സ്വർഗത്തിലെ ദൈവത്തിന് സ്വീകാര്യം ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ താൻ വിശുദ്ധിയുടെ പ്രമാണങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. അതിന് ദൈവം നമുക്ക് കൃപ ധാരാളമായിട്ട് തരട്ടെ. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വിശുദ്ധിയെക്കുറിച്ചുള്ള വേദശാസ്ത്രപരമായിരിക്കുന്ന പഠനങ്ങൾ തെറ്റാണ് എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അതുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിരിക്കുന്ന കാഴ്ചപ്പാട് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം അല്ല എൻ്റെ പ്രിയമുള്ളവരെ. നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് മറ്റു മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. മറ്റു മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് എന്താണ് വഴി? നമുക്കറിയാം, ആധുനിക കേരളത്തിലും ആധുനിക ഇന്ത്യയിലും എല്ലാ സൗകര്യങ്ങളും വളരെ മികച്ച തോതിലുണ്ട്. നല്ല റോഡുകൾ, അതുപോലെ നല്ല സൗകര്യങ്ങൾ, നല്ല ആശുപത്രികൾ, അതുപോലെ ഇഷ്ടം പോലെ ജോലി സൗകര്യങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന പുരോഗതി, അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ മനോരമയും മാതൃഭൂമിയും മറ്റ് വാർത്താ മാധ്യമ ചാനലുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എന്താണ്? ഇത് മനുഷ്യനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും, ഇല്ലേ? ഇത് മനുഷ്യനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്ന 60 വയസ്സുള്ള മനുഷ്യൻ, അവന് ടി വിയിലെ ചാനലിന്റെ മുൻപാകെ ഒരു ലജ്ജയുമില്ലാതെ നിൽക്കാനായിട്ട് യാതൊരു പ്രശ്നവുമില്ലാത്ത മനുഷ്യർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ബലാത്കാരം ചെയ്ത് നശിപ്പിച്ച് കൊല ചെയ്യുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യർ,
അതിന് കൂട്ടുനിൽക്കുന്നതായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിന് കൂട്ടുപിടിക്കുന്നതായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, മാനമില്ല, മര്യാദയില്ല, മൂല്യങ്ങളില്ലാത്ത ഒരു സമൂഹം. ഈ സമൂഹത്തിൽ നമ്മൾ പ്രസംഗിക്കേണ്ടുന്ന സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? നാം എവിടെ പ്രസംഗിക്കേണ്ടത്? പണ്ട് നമ്മുടെ ഇബ്രാഹിം സൂറിനൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ സോപ്പ് ചീപ്പ് സാൽവേഷൻ ആണോ നമ്മൾ ആളുകളോട് പ്രസംഗിക്കേണ്ടത്? നാം അവരോട് പറയേണ്ടത് സോപ്പിനെ കുറിച്ചും സാൽവേഷനെ കുറിച്ചും ചീപ്പിനെ കുറിച്ചും അല്ല. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് പറയുന്ന പോലെ പാപിയായിരിക്കുന്ന മനുഷ്യനെ എന്റർടൈൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അവനെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ശക്തമായിരിക്കുന്ന സന്ദേശങ്ങളാണ് ഈ ലോകത്തോട് പറയേണ്ടത്. അതുകൊണ്ട് ആളുകൾക്ക് വളരെ ഈർഷ്യ ഉണ്ടാക്കുന്ന വിധത്തിൽ പറയണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവൻ ശുദ്ധിയില്ലാത്ത വ്യക്തിത്വം ഉള്ളവനാണ് എന്നതാണ്. അവന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവൻ മഹാപാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവന് മാനസാന്തരം ആവശ്യമാണ്. അവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. ഒരു എഴുത്തുകാരൻ ഒരിക്കൽ ഇങ്ങനെ എഴുതാനായിട്ടിടയായി തീർന്നു: സീരിയസ് റിപ്പൻറ്റൻസ് ക്യാൻ അവേർട്ട് സീരിയസ് ജഡ്ജ്മെന്റ്. വളരെ ആഴമേറിയ ഒരു മാനസാന്തരം ഗൗരവമായിരിക്കുന്ന ഒരു ന്യായവിധിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു. വളരെ ആഴമേറിയ ഒരു മാനസാന്തരം, അതാണ് നമുക്ക് പല സമയങ്ങളിലും ആവശ്യമായിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അത് തരുമാറാകട്ടെ. ഈ അടുത്ത നാളിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാനായിട്ടിടയായി: കുറ്റബോധം കാരണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല, മരിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എന്ന് പറയാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഗൗരവമായിട്ട് ജീവിതത്തെ കാണുന്ന മനുഷ്യരുടെ വലിയ പ്രശ്നങ്ങളാണ്. കൊലപാതകമൊന്നും ചെയ്തിട്ടുള്ള മനുഷ്യരല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ തട്ടിക്കൊണ്ടുപോവുകയും കൊട്ടേഷൻ എടുക്കുകയും ചെയ്യുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപാകെ നിൽക്കുന്ന സമയത്ത് തങ്ങൾക്ക് താങ്ങാനായിട്ട് വളരെ വളരെ പ്രയാസമാണ്. ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തണം എന്ന് പറഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ അതിന് പരിഹാരമുണ്ട്. യാഗപീഠത്തിലെ കനൽക്കട്ടകളിൽ ഒന്ന് സിറാഫുകളിൽ ഒരുവൻ എടുത്ത് അവൻ്റെ അധരങ്ങളെ തൊടുവിച്ചു, അവൻ്റെ അശുദ്ധിക്ക് നീക്കം വന്നു. പ്രിയമുള്ളവരെ, യാഗപീഠത്തിലെ കനൽക്കട്ടകൾ എന്തിനെ ദ്യോതിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പൂർത്തിയാക്കിയ ഒരു പ്രായശ്ചിത്ത യാഗം അവിടെ നടന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പൂർത്തിയാക്കിയ ഒരു പ്രായശ്ചിത്ത യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവാലയത്തിലെ യാഗപീഠത്തിൽ നടന്ന ഒരു ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ പാപങ്ങൾക്ക് പരിഹാരം വരികയാണ്. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൽ മനുഷ്യന്റെ സകല പാപപ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ള സദ്വർത്തമാനമാണ് ലോകത്തോട് പറയുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ പരിഹാരമുണ്ട്. അല്ലെങ്കിൽ കാൽവരിയിലെ ക്രൂശിലെ യാഗപീഠത്തിൽ ഏത് മനുഷ്യൻ്റെയും പാപം എന്ന് പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരു വഴിയുണ്ട്, ഒരു മുഖാന്തരമുണ്ട് എന്ന കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഒരുമട്ട് സന്തോഷകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് അത് പലപ്പോഴും വളരെ അന്യമായിരിക്കുന്ന ഒരു ആശയമായിട്ട് തോന്നും. അപ്പം സുവിശേഷം പറയാനായിട്ട് പരിശീലനം നൽകുന്ന ചില ആളുകൾ പറയുന്നത്, രക്ഷിക്കപ്പെട്ട അനേക വർഷങ്ങൾ കഴിയും തോറും അവിശ്വാസികളോട് ഫലപ്രദമായി പറയാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞാണ് വരുന്നത്. അത് കൂടിയാണ് വരേണ്ടത്, പക്ഷെ കൂടിയല്ല വരുന്നത്, കുറഞ്ഞു വരും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അങ്ങനെയുള്ള അനേക കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ച് നമ്മൾ വളരെ സ്വസ്ഥമായിരിക്കുന്ന ഒരു ഫ്രീ സോണിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആളുകളുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നം, മനസാക്ഷിയുടെ പ്രശ്നം, പാപത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പലപ്പോഴും അവർക്കറിയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വലിയ കൃപ ഈ നാളുകളിൽ തരട്ടെ. സുവിശേഷത്തെ പറയുവാൻ, ദോഷം ചെയ്ത മനുഷ്യരെ സ്നേഹിക്കുവാൻ, അവരോട് കർത്താവിൻ്റെ ആലോചനകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൽ ലഭിക്കുന്ന പാപക്ഷമയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. മൂന്നാമതായിട്ട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്ന, ആർ കർത്താവിന് വേണ്ടി പോകും എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വിളി കേട്ട ആളുകൾ പോകും. കർത്താവിൻ്റെ വിളി കേട്ട ആളുകൾ പോകും. 8ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കേൾക്കാം: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ക്രമമൊക്കെ എത്ര മനോഹരമാണല്ലേ. ജീവിതത്തിൽ പാപക്ഷമ കിട്ടാത്ത ഒരു മനുഷ്യന്
എന്താ പ്രസംഗിക്കാനായിട്ടുള്ളത്? ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു നല്ല മനസാക്ഷി ലഭിക്കാത്ത ഒരു മനുഷ്യന് എന്താണ് ശക്തമായി പറയാനായിട്ട് സാധിക്കുന്നത്? തനിക്ക് കാര്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ തൻ്റെ പാപത്തിന് പരിഹാരം വന്നു, തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വ്യത്യാസങ്ങൾ വന്നപ്പോൾ താന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന മനുഷ്യരാണ് കർത്താവിൻ്റെ വേലയ്ക്ക് പുറപ്പെടുന്നത്. ഞാൻ പറയാം, മനുഷ്യരുടെ സ്വരം കേട്ട് വേലയ്ക്ക് പുറപ്പെടരുത്. ഒരു വേലയ്ക്കും പുറപ്പെടരുത്. ആത്മീയമായിരിക്കുന്ന ഒരു വേലയ്ക്കും പുറപ്പെടുവാനായിട്ട് ആ മനുഷ്യൻ ഫിറ്റല്ല. അവൻ ദൈവത്തിൻ്റെ വചനത്തെ വളരെ വ്യക്തമായി കേൾക്കേണ്ടത് വളരെ വളരെ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ കേട്ടിട്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് താൻ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കേണ്ടത്. കർത്താവേ, അടിയനിവിടെയുണ്ട്, അടിയനെ അയക്കുവാനായിട്ട്, അടിയനെ ഉപയോഗിക്കുവാനായിട്ട് നിനക്ക് പ്രസാദവും നിനക്ക് ഹിതവും തോന്നണം എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നത്. ശുശ്രൂഷയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വിജയം കണ്ട് വേലയ്ക്ക് പുറപ്പെടരുത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പരാജയം കണ്ട് പോകാതെയും ഇരിക്കരുത്. വേലയുടെ വിജയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരംഭിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പ് ലഭിച്ചവനായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തെ കർത്താവിന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കാനും ഉപയോഗിക്കുവാനുമായിട്ട് ഇടയായിത്തീരും. പണ്ടൊരു സ്നേഹിതൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദൈവം വിളിച്ചാലും കേൾക്കാവുന്ന ഒരകലത്തിലല്ല ഞാനിപ്പോഴായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവം വിളിക്കാത്തതല്ല പ്രശ്നം, ദൈവം വിളിച്ചാലും കേൾക്കാവുന്ന അകലത്തിലല്ല ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥിതിയുള്ള ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വിളിയുടെ സ്വരം തീർച്ചയായിട്ടും കേൾക്കാനായിട്ട് പോകുന്നില്ല. കർത്താവിൻ്റെ വചനത്തിൻ്റെ വിളി കേട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്ദേശത്തിൻ്റെ ആ ഒരു ബലം കേട്ടിട്ട് അതിന് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യൻ ലജ്ജിച്ച് പോകാൻ ഇടവരികയില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഗ്രഹിച്ചിട്ട് തീർച്ചയായിട്ടും ഈ ജനത്തിൻ്റെ മധ്യത്തിൽ ഒരു മനുഷ്യനെ ആവശ്യമുണ്ടല്ലോ. ഈ പാപം ചെയ്ത് നിത്യമായിരിക്കുന്ന നാശത്തിലേക്ക് പുറപ്പെടുന്ന ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഈ ജനത്തിന് ആശ്വാസത്തിൻ്റെ സന്ദേശം അയക്കുവാൻ ഒരു മനുഷ്യനെ ആവശ്യമുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നും ഭാരത്തിൽ നിന്നും ഒരു മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, അടിയനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കാനും ഉപയോഗിക്കുവാനും വാസ്തവത്തിൽ തീരുമാനിക്കും. ഞങ്ങൾ പണ്ട് കല്ലൂർക്കാട് രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു സ്നേഹിതൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, 10-12 ആളുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രദേശത്ത് രക്ഷിക്കപ്പെടാനുള്ള ആളുകളൊക്കെ രക്ഷിക്കപ്പെട്ടു, ഇനി വല്ലവരും രക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്കുള്ള പരിപാടിയൊക്കെ ഉള്ളൂ, അല്ലാതെ ഈ സന്ദേശത്തെ ഒന്നും ആരും സ്വീകരിക്കാനുള്ള ചാൻസ് ഇല്ല. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉപദേശവും അറിയില്ല, ബൈബിളും അറിയില്ല, യാതൊരു പിടുത്തവും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലമാണ്. ഹൃദയം തകർന്ന് നുറുങ്ങി തളർന്ന് എന്തൊക്കെ വാക്കുകൾ പറയണമെന്ന് എനിക്കറിയില്ല, അതെല്ലാം സംഭവിച്ച ഒരു കാലമാണ്. എങ്കിലും എങ്ങനെയോ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നെ ദാസന്മാർ മുഖാന്തരം തരുവാനായിട്ടിടയായി തീർന്നു. ഞാനതിനെക്കുറിച്ച് പറയുന്നത് അത് വളരെ നന്നായി എന്നാണ് പറയുന്നത്. വളരെ നന്നായി. ആശയില്ല എന്ന് തോന്നുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. ആ തീരുമാനമെടുക്കുന്ന സഹോദരിമാരെ ദൈവം അനുഗ്രഹിക്കും. അത് വേലയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കോ? ദൈവം അനുഗ്രഹിക്കും. 1735 വെയിൽസ് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ വായിക്കാനിടയായി തീർന്നു. ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് മന്ത്രവാദവും മഷിനോട്ടവും അധാർമികതയും അതുപോലെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രശ്നങ്ങളും കാരണം നശിച്ച ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്ത് ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഹോവൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെടാനായിട്ടിടയായി തീർന്നു. അവൻ ദൈവത്തിൻ്റെ മുൻപാകെ തൻ്റെ ജീവിതത്തെ താഴ്ത്തി വയ്ക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവം അവന് അത്ഭുതകരമായിരിക്കുന്ന ഒരു വിളി കൊടുത്തു. ആ വിളിയോട് പ്രതികരിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം സൗത്ത് വെയിൽസ് മുഴുവൻ അങ്ങനെ യാത്ര ചെയ്യുവാനും സുവിശേഷത്തെ അറിയിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വർഗത്തിലെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ആദരിക്കുകയും മാനിക്കുകയും
അദ്ദേഹം ചെന്ന ഇടങ്ങളിലൊക്കെയും ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനും ആ സദേൺ വെയിൽസ് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ വലിയൊരു രൂപാന്തരത്തിലേക്ക് കടന്നു വരുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. എൻ്റെ പ്രിയ സഹോദര, താങ്കൾ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുത്താൽ ദൈവം എങ്ങനെയെല്ലാം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു സഹോദരൻ, ഒരു സഹോദരി കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്താൽ, ദൈവം എന്നെ ബരമേൽപ്പിച്ചതായിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ എൻ്റെ ചുമല കൊടുക്കുമെന്നൊരു തീരുമാനമെടുത്താൽ, ആ തീരുമാനത്തെ ആദരിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം ആണ് നമുക്ക് ഉള്ളത്. ദൈവം ആദരിക്കും ആ തീരുമാനത്തെ ദൈവം മാനിക്കും. അങ്ങനെയുള്ള മനുഷ്യരെ ദൈവം അനുഗ്രഹിച്ച് ഉപയോഗിക്കും, അവരെ പ്രയോജനപ്പെടുത്തും. അനേക മനുഷ്യർക്ക് മാതൃകയായിട്ട്, അനേകർക്ക് ആശ്വാസമായിട്ട്, അനേക മനുഷ്യർക്ക് ദിശാബോധം നൽകുവാനായിട്ട് അങ്ങനെയുള്ള മനുഷ്യരെ ദൈവം സമൂഹത്തിന് മധ്യത്തിൽ ഉയർത്തും എന്ന് ഞാൻ വളരെ ഉറപ്പായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേലയുടെ വിളി കേട്ട ആളുകൾ വേലയ്ക്ക് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. വേലയുടെ വിളി കേട്ട ആളുകൾ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അവർ പറയേണ്ടതായിരിക്കുന്ന ഒരു പ്രതികരണമുണ്ട്, അല്ലെങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സും ഒരു തീരുമാനവും അവരെടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ അധികാരത്തിന് മുൻപാകെ തൻ്റെ ജീവിതത്തെ വിധേയപ്പെടുത്തി കൊടുത്തിട്ട്, ദൈവമേ അടിയൻ ഇവിടെ ഉണ്ട്, അടിയനെ നിന്റെ ഹിതം പോലെ ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ദൈവം നിങ്ങളെ ദൂരദേശങ്ങളിലേക്ക് അയച്ചെന്നിരിക്കാം, ചിലപ്പോൾ അയച്ചില്ല എന്നിരിക്കാം. ഒരുപക്ഷെ ദൈവം നിങ്ങളെ തൻ്റെ മൗത്ത് പീസായിട്ട് ഉപയോഗിച്ചെന്നിരിക്കാം, ചിലപ്പോൾ ഉപയോഗിച്ചില്ല എന്നിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഉപയോഗിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, ഉപയോഗിക്കാനായിട്ട് വെമ്പൽ പൂണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ ക്യാമ്പിൽ അനേക സഹോദരന്മാരുടെ ഹൃദയത്തോട് ശക്തമായിട്ട് ഇടപെടുവാൻ, ശക്തമായി സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. മനുഷ്യൻ്റെ സ്വരമല്ല, ദൈവത്തിൻ്റെ സ്വരം തന്നെ ക്യാമ്പിൽ കേൾക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ആർ നമുക്ക് വേണ്ടി പുറപ്പെടുമെന്നുള്ള ചോദ്യം അവൻ്റെ ജീവിതത്തിൽ ഈ ക്യാമ്പിലുടനീളം മുഴങ്ങുവാനായിട്ട് ദൈവം ഇടയാകട്ടെ. ഈ ക്യാമ്പിന് ശേഷവും അത് ഹൃദയത്തിൽ മുഴങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്നത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. നാലാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ സന്ദേശത്തോട് മനുഷ്യൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യ ചിന്തയുള്ളവരാണ് പുറപ്പെടുകയുള്ളൂ, അവർ പോയിട്ടേ കാര്യവുമുള്ളൂ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ നമുക്ക് വായിക്കാം. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. ദൈവം യെശയ്യാ പ്രവാചകനെ വിളിച്ചു, അവന് വചനം കൊടുത്തു. ആ കൊടുത്ത വചനത്തിൻ്റെ ഉള്ളടക്കമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണുകൾ അടച്ചു കളയുകയും ചെയ്യുക. കർത്താവ് എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. സങ്കടകരമായിരിക്കുന്ന ഒരു സന്ദേശമാണ് കൊടുത്തതില്ലേ. ദൈവത്തിൻ്റെ വേലയ്ക്ക് പുറപ്പെടണം. സ്വപ്നം കാണുന്ന ആളുകൾ വേലയ്ക്ക് പുറപ്പെടരുത്. ഒരിക്കൽ വുഡ്രോ വിൽസൺ ഇങ്ങനെ ചോദിച്ചു, സ്വപ്നങ്ങൾ മനുഷ്യരെ സൃഷ്ടിക്കുന്നുവോ മനുഷ്യർ സ്വപ്നങ്ങളെ സൃഷ്ടിക്കുന്നുവോ എന്ന് ചോദിച്ചു. രണ്ടും ശരിയാണ്. എനിക്ക് പറയാനുള്ളത്, നല്ല സ്വപ്നങ്ങൾ മാത്രം കാണുക, നല്ല സ്വപ്നങ്ങൾ മാത്രം കാണുക. യെശയ്യാ പ്രവാചകന് എത്ര വലിയ ഒരു വിഷനാണ് ദൈവം കൊടുത്തതില്ല. നമുക്ക് വേണ്ടി ചിന്തിക്കാം, ഇത്ര വലിയ വിഷൻ കിട്ടിയ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ച് യഹൂദ്യ ദേശത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുകയില്ലയോ? ഒന്നും സംഭവിച്ചില്ല. വലിയൊരു വിഷൻ കിട്ടി, തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടി, ദൈവത്തിൻ്റെ വിളി വളരെ വ്യക്തമായി ലഭിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് മാനുഷിക നിലയിൽ പറഞ്ഞാൽ വളരെ ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുത്തത്. എന്താ കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത്? അവർ കണ്ണുകൊണ്ട് കാണും, പക്ഷേ പ്രയോജനമില്ലെന്ന് പറഞ്ഞു. ചെവി കൊണ്ട് കേൾക്കും, യാതൊരു പ്രയോജനവുമില്ല. അവർ ഹൃദയത്തിൽ കേൾക്കും, പക്ഷെ മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അവർ ജീവിതത്തിൽ വ്യത്യാസം വരികയോ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. എന്തൊരു ഹൃദയകാഠിന്യമുള്ള ഒരു മനുഷ്യരുടെ മധ്യത്തിലേക്കാണ് ദൈവം തൻ്റെ ദാസനെ അയച്ചത്
അല്ലെ? ദൈവം തൻ്റെ ദാസനെ അയച്ചത് വളരെ ഹൃദയകാഠിന്യമുള്ള ഒരു ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ്. അതും എങ്ങനെയുള്ള ജനമാണ്? അവിശ്വാസികളോ ജാതികളോ ആയിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കല്ല. ദൈവാലയവും പിതാക്കന്മാരും അതുപോലെ പഴയ നിയമവും അതുപോലെ ശുശ്രൂഷകളും പരിച്ഛേദനയും എല്ലാം ഉള്ള ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് അയച്ചത്. പക്ഷെ അവരെക്കുറിച്ച് പറയുന്നത്, അവർ വചനം കേൾക്കും കാണും, ഇതൊക്കെ ചെയ്യും, പക്ഷെ യാതൊരു പ്രയോജനവുമില്ല, യാതൊരുവിധ മാനസാന്തരമോ വ്യത്യാസമോ അവർ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളല്ല എന്ന് അവരെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളും വിളിയൊക്കെ കിട്ടി കർത്താവിൻ്റെ വചനത്തെ പ്രസംഗിച്ചേക്കാം എന്ന് വിചാരിച്ച് അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പറയുകയും വേണ്ട, ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട, നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പൊക്കോ. അപ്പം നമ്മൾ വിചാരിച്ച് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അവർ സ്വീകരണ മുറിയുടെ വാതിൽ നമുക്ക് തുറന്ന് നമ്മളെ കസേരയിൽ ഇരുത്തി ചായ തന്ന് വചനം കേൾക്കുമെന്ന് വിചാരിച്ച് പുറപ്പെടുക. അപ്പോഴും ഇതിനേക്കാൾ സങ്കടകരമായിരിക്കുന്ന ഒരു ഒരനുഭവമാണുള്ളത്. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ വരുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ എത്രയോ കാലമായി ഒരു ദൈവ മനുഷ്യൻ ഈ ദേശത്ത് വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വളരെ പ്രലോഭിപ്പിക്കപ്പെടും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മനുഷ്യർ ദൈവത്തിൻ്റെ വചനത്തോടുള്ള പ്രതികരണത്തെക്കുറിച്ച് യാഥാർത്ഥ്യത്തിൽ ഊന്നിയതായിരിക്കുന്ന ഒരു ദർശനമില്ലാത്തയാള് ദൈവത്തിൻ്റെ വേലയ്ക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അവൻ നിരാശപ്പെട്ടു പോകാനും സങ്കടപ്പെട്ടു പോകാനും ഉള്ള സാധ്യതയാണ് ഏറിയ സാധ്യത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആളുകൾ അങ്ങനെ കേൾക്കാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും ഒക്കെ തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ ദേശവും എത്രയോ മാനസാന്തരപ്പെട്ടു പോയനല്ലേ? ചർച്ചസൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ലാതെ പുതിയ സാങ്ച്വറികൾ പണിയേണ്ടുന്ന കാലം ആയിപ്പോയനായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. കേരളത്തിൽ പ്രസംഗിച്ചിട്ട് പോരാ, നോർത്തിൽ പ്രസംഗിച്ചാൽ ആളുകൾ കേൾക്കുമെന്ന് വിചാരിച്ചാൽ നോർത്തിൽ ചെന്നാലും അത് തന്നെ. അവിടെ നിന്ന് നമ്മൾ ബർമയിലേക്കും നേപ്പാളിലേക്കും ചെന്നാൽ അത് തന്നെ. അവിടെ നിന്ന് അടുത്ത പ്രദേശങ്ങളിലേക്ക് ചെന്നാലും അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, ലോകത്തിൽ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് സമാനമായിരിക്കുന്ന സ്വഭാവമുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ പ്രവർത്തനം കൂടാതെ മനുഷ്യൻ മാനസാന്തരപ്പെടുകയോ ദൈവത്തിൽ ആശ്രയം വെക്കാതെ ഒരു മനുഷ്യനെ രക്ഷാനുഭവത്തിലേക്ക് നയിക്കുകയോ ചെയ്യുവാൻ സാക്ഷാൽ ബില്ലി ഗ്രഹാം വിചാരിച്ചാലും സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം വളരെ കരുണ കാണിക്കേണ്ടതിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുക. ദൈവമേ, നീ പ്രവർത്തിച്ചല്ലാതെ ഒരു മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയില്ല. നീ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ചല്ലാതെ ഒരു മനുഷ്യൻ പ്രകാശമുള്ളവനായിട്ട് തീരുകയില്ല. ഞങ്ങൾ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും പോകാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമുള്ള ദർശനവും യാഥാർത്ഥ്യമുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ഒരു ദർശനവും ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. പ്രിയമുള്ളവരെ, ആളുകൾ അത് ഒരുപക്ഷെ സ്വീകരിച്ചെന്ന് വന്നേക്കാം, ഒരുപക്ഷെ സ്വീകരിച്ചില്ല എന്ന് വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആളുകൾ അംഗീകരിച്ചെന്ന് വന്നേക്കാം, ചിലപ്പോൾ അംഗീകരിച്ചില്ല എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ ഉദ്യോഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിക്കുക എന്നുള്ളതാണ്. അത് പ്രസ്താവിക്കുന്നതിലാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ ചാരിതാർത്ഥ്യവും എന്ന് പറയുന്നത്. ലോകപ്രസിദ്ധനായിരുന്ന ഒരു ദൈവമനുഷ്യനാണ് ഡോക്ടർ ഫ്രാൻസിസ് ഷെയ്ഫർ എന്ന് പറയുന്നയാൾ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഡെത്ത് ഇൻ ദ സിറ്റി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുവാനായിട്ടിടയായി തീർന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇരമ്യാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളുമാണ്. ഇരമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ വലിയ പ്രവാചകനാണ്. ഹി വാസ് എ ടവറിംഗ് പ്രോഫറ്റ് ആൻഡ് പേഴ്സണാലിറ്റി. ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര മഹാനായ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പ്രസംഗങ്ങൾ ആരംഭിക്കുകയും കരഞ്ഞുകൊണ്ട് പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു വീപ്പിംഗ് പ്രോഫറ്റായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഇസ്രായേലിലുള്ള ദൈവത്തിൻ്റെ ജനം എന്താ പറഞ്ഞത്? കൊല്ലാതിരിക്കണമെങ്കിൽ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞത് അതാണ്. തട്ടിക്കളയാതിരിക്കണമെങ്കിൽ മിണ്ടാതിരുന്നോളണം. ഞങ്ങളെ അധികം ദൈവത്തിൻ്റെ വചനമൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ അവർ ജയിലിൽ അയച്ചു, കുണ്ടറയിലിട്ടു. അവനെതിരെ ചെയ്യാവുന്നതായിരിക്കുന്ന സകല കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ടിടയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത് താൻ കണ്ടോ ഇല്ലയോ? എന്നാൽ സുദീർഘമായിരിക്കുന്ന വർഷങ്ങൾ, ദശാബ്ദങ്ങൾ താൻ പ്രസംഗിച്ചു. തളരാതെ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ശരണപ്പെട്ട് താൻ പ്രസംഗിക്കുവാനായിട്ടിടയായി തീർന്നു. ആ പ്രസംഗം ആണ് പ്രിയമുള്ളവരെ ലോകത്തിന് പിന്നീട് പ്രയോജനമായി തീർന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിരിക്കുന്ന സന്ദേശം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കുമോ അറിയില്ല.
എന്നാൽ ദൈവം കരുണ കാണിച്ചാൽ വല്ല മനുഷ്യരും മാനസാന്തരപ്പെട്ടാൽ വല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരമ്യാ പ്രവാചകന്റെ അനുഭവത്തിൽ നിന്ന് ഡോക്ടർ ഷെയ്ഫർ പറഞ്ഞു, കീപ്പ് ഓൺ കീപ്പ് ഓൺ കീപ്പ് ഓൺ ആൻഡ് ദെൻ കീപ്പ് ഓൺ. പ്രസംഗത്തിൽ തുടരുക 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 തന്നെ ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, ആസ് ലോങ് as God exists we must keep on declaring his truth. ദൈവം ഉള്ളിടത്തോളം കാലം അവൻ്റെ സത്യത്തെ നാം പ്രസ്താവിക്കുക തന്നെ. നമുക്കല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. ദൈവം ഉള്ളിടത്തോളം കാലം അവൻ്റെ സത്യത്തെ നാം പ്രസ്താവിക്കുക തന്നെ. ആളുകൾ മനം തിരിയുകയോ മനം തിരിയാതിരിക്കുകയോ ചെയ്യുമോ നമുക്ക് അറിയില്ല. അത് നമ്മുടെ തീരുമാനത്തിൽ നമ്മുടെ അധികാരത്തിലും പെട്ടതായിരിക്കുന്ന കാര്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിക്കുവാനായിട്ടുള്ള വിളിയും ഉത്തരവാദിത്വവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആൻഡ് വി മസ്റ്റ് ഡു സോ വിത്ത് കമ്പാഷൻ. ദൈവത്തിൻ്റെ വചനത്തെ നാം സകല സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് പ്രസ്താവിക്കുക. ദൈവം ഒരുപക്ഷെ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ ഇടപെടുവാനും അതുപോലെ വ്യാപരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ വിജയസാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ വിജയസാധ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യവുമാണ് എന്ന ബോധ്യം നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം യെശയ്യാ പ്രവാചകന് കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് വളരെ ഡിസ്കറേജിങ് ആയിട്ടുള്ളൊരു സന്ദേശമാണ്. നമുക്കറിയാം, ഒരു കൂട്ടം ആളുകളെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് ഗുണം വരാൻ പ്രയാസമാണെന്ന് പറയാൻ ഒരു കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ അത് പറയാൻ വളരെ പ്രയാസമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സഭയിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ദൈവം നിങ്ങളോട് ശക്തമായി ഇടപെടാൻ പോകുന്നു എന്ന് പറയുന്നവർക്കും പ്രയാസമായിരിക്കും, കേൾക്കുന്നവർക്കും പ്രയാസമായിരിക്കും. യെശയ്യാ പ്രവാചകൻ അറിയാതെ ചോദിച്ചു പോയി, എത്രത്തോളം കർത്താവേ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പ്രസംഗം നിവൃത്തിയാകുന്നത് വരെ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. പട്ടണങ്ങൾ ശൂന്യമാകുന്നിടം വരെ, ദേശത്തിന്റെ നടുവില് ഒരു നിർജ്ജന പ്രദേശം രൂപപ്പെടുന്നത് വരെ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. താൻ പ്രസംഗിച്ച മുഴുവൻ വചനങ്ങളും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, യഹൂദയുടെ ചരിത്രത്തിൽ നിവൃത്തിയായി തീർന്നു. അത് മുഴുവൻ നിവൃത്തിയായി തീർന്നു. അത് കാണാനായിട്ട് താൻ നിന്നില്ല. അപ്പം യെശയ്യാ പ്രവാചകൻ മരിച്ചുപോയി. യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷ ആരംഭിച്ചത് BC 739 ഏറെക്കുറെ BC 606, പിന്നീട് 586 തുടങ്ങിയ സമയങ്ങളിലൊക്കെ ബാബിലോന്യ സൈന്യം യഹൂദ്യ ദേശത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടെയുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും പ്രായമായവരെയും ഗർഭിണികളെയും കുട്ടികളെയും യാതൊരു കരുണയും കാണിക്കാതെ തകർത്ത് തരിപ്പണമാക്കി ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ഉദ്ദേശം ഒരു 100-130 വർഷം കഴിഞ്ഞ് യെശയ്യാവ് പ്രവചിച്ചതായിരിക്കുന്ന സകല വാക്കുകളും ആ ദേശത്തിൻ്റെ മധ്യത്തിൽ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു ഭയം തോന്നി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിൽ പ്രസ്താവിക്കുമ്പോൾ അത് സാരമില്ല, എനിക്കിപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ ഇന്ന് പറ്റിയില്ലേലും ഒരു ദിവസം അത് പറ്റും എന്നാന്ന് മാത്രം നമുക്കറിയില്ലെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്താൽ നമുക്ക് ഉറപ്പിച്ചു തന്നിട്ടുള്ളതായ കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഒരു മാറ്റം വരുത്തുവാൻ തയ്യാറല്ലെങ്കിൽ അവിടെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദയ ദേശത്തിലെ ആളുകൾ വചനമൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവർ പറഞ്ഞ് ഇരിക്കാനായിട്ടിടയായി തീർന്നു. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അത് മുഴുവനും തിന്മയായി ഭവിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കൃപയുടെ വലിയ മുഖാന്തരമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത് വചനം നിവൃത്തിയാകുവോളം പ്രസംഗിക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറയാറില്ല, ഉത്തരം കിട്ടുവോളം പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളം അതിനെ പ്രസംഗിക്കുക. അത് നിവൃത്തിയാകും, അതിന് സംശയം വിചാരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് നിവൃത്തിയാക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ യെശയ്യാവിലൂടെ പറഞ്ഞു, നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ദൈവഭയം ഇല്ല. ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം അങ്ങനെ ദൂരേക്ക് മാറിപ്പോയിരിക്കുന്നു. ദൈവവുമായിട്ട് ഹൃദയത്തിൽ അങ്ങനെ ആഴമേറിയതായിരിക്കുന്ന ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ വണ്ണം അങ്ങനെ ദൂരെ ഹൃദയങ്ങൾ മാറിപ്പോയിരിക്കുകയാണ്. പല കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷേ
കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ആ സ്ഥിതി ദൈവം മാറ്റിത്തരട്ടെ. ആ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ മാറി നമുക്ക് ശരിയായിരിക്കുന്ന ഒരു ദർശനവും ഒരു ഉറപ്പും ഈ നാളുകളിൽ തരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, എനിക്ക് പറയാനായിട്ടുള്ളത്, ആർ കർത്താവിന് വേണ്ടി പുറപ്പെടും എന്ന് ചോദിച്ചാൽ വലിയ ഫാസിനേഷൻസ് ഒക്കെ ഉള്ള ആളുകൾ പുറപ്പെടുകയില്ല. പുറപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല, യാതൊരു പ്രയോജനവും ഇല്ല. ദൈവം ഒരുപക്ഷെ തൻ്റെ കാരുണ്യത്താൽ തൻ്റെ കൃപയാലും ദയയാലും ചില ആളുകളെ തരുവാനുള്ള സാധ്യതയുണ്ട്. ദൈവം മുന്നറിഞ്ഞവരെ വിളിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പിതാവ് ചില ആളുകളെ പുത്രൻ്റെ അടുക്കലേക്ക് ആകർഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഈ പട്ടണത്തിൽ ചില ജനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അത് വറ്റിപ്പോകുകയില്ല, ദൈവം പ്രവർത്തിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. എന്നുള്ള ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ അതിനെ അനുഗ്രഹിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രിയമുള്ളവരെ, അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം വലിയ കൃപയും വലിയ കരുണയും വലിയ സഹായവും ഈ നാളുകളിൽ നമുക്ക് തരട്ടെ. അങ്ങനെ ഒരു യാഥാർത്ഥ്യ ചിന്തയുള്ള മനുഷ്യർ പുറപ്പെട്ടാൽ ആ പോക്ക് അനുഗ്രഹമായി തീരും. അല്ലാതെ നമ്മൾ പുറപ്പെട്ടാൽ ഒരുപക്ഷെ നമുക്ക് അധികം കാലം നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ നിരാശയും സങ്കടവും ഉള്ള ആളുകളായിട്ട് മാറിപ്പോവും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവിന് വേണ്ടി ആർ പുറപ്പെടും എന്ന് ചോദിച്ചാൽ, ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പരിപാടി തുടരും, അത് പരാജയപ്പെടുകയില്ല എന്ന് ബോധ്യമുള്ളവർ പുറപ്പെടും. അവർ പുറപ്പെട്ടിട്ടേ കാര്യമുള്ളൂ. ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പരിപാടി നിലനിൽക്കും, അത് പരാജയപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോകാം. 6-ാം അധ്യായത്തിൻ്റെ അവസാനം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും. എങ്കിലും കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ആമേൻ. എത്ര നല്ല പ്രസ്താവനയല്ലേ പറയുന്നത്. യഹൂദിയ ദേശത്ത് ബാബേൽ രാജാവ് വന്ന് വലിയ ആക്രമണങ്ങൾ നടത്തി, അനേകരെ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ഒരു ചെറിയ ശേഷിപ്പ് അവിടെ എഴുന്നേറ്റു, അതിനെ നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും പറയുകയാണ്, ഇത് പ്രവാചകൻ കണ്ടില്ല. പ്രവാചകൻ പ്രവചനത്തിൻ്റെ ദൃഷ്ടിയാൽ കണ്ട കാര്യമാണ്, പ്രവചനത്തിൻ്റെ ദൃഷ്ടിയാൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനായിട്ടുള്ള കാര്യം എന്താണ്? കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോഴും, നാം വിചാരിക്കാത്ത നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ കാര്യപരിപാടി ആത്യന്തികമായി പരാജയപ്പെടുകയില്ല, അത് വിജയിക്കും എന്നുള്ള ഉറപ്പ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാനിത് പണിയും എന്ന് തന്നെയാണ്. പണിയും എന്ന് പറഞ്ഞാൽ ഇത് പണിതുകൊണ്ട് തന്നെ ഇരിക്കും, അത് പണിത് പൂർത്തിയാക്കുകയും ചെയ്യും. അതിനുള്ള തീരുമാനവും അതിനുള്ള പരിപാടിയും അതിനുള്ള ശക്തിയും വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവിന് ഉണ്ട്. ആ പണി ഏറ്റെടുത്തിരിക്കുന്ന കർത്താവ് അത് പൂർത്തിയാക്കുവാൻ മതിയായവനാണ്. ആ ഒരു നല്ല ചിന്തയും നല്ല ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അത് വചനത്തിൽ മുന്നമേ അറിയിച്ചിരിക്കുന്നു. വിജയിക്കാനായിട്ട് പോകുന്ന, പ്രയോജനപ്പെടാനായിട്ട് പോകുന്ന, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോകുന്ന ഒരു പരിപാടിയുടെ ഒരറ്റത്താണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിന് ഉറപ്പും നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസവും നമുക്ക് വളരെ സമാധാനം നൽകുന്നതുമായിരിക്കുന്ന ഒരു ചിന്തയാണ്. യെശയ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്ന സമയത്ത്, അങ്ങനെ ബാബേൽ രാജാവ് വന്ന് യഹൂദ്യ ദേശത്തെ മുഴുവൻ റെയ്ഡ് ചെയ്യും, അതിനെ തകർക്കും, നശിപ്പിക്കും, എല്ലാം തീർന്നുവെന്ന് തോന്നുന്ന ഒരു സമയവും ഒരു കാലവും വരും. എങ്കിലും ദൈവത്തിൻ്റെ ദാസനോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, എങ്കിലും വിശുദ്ധ സന്തതി നിലനിൽക്കും, അത് തീർന്നു പോകുകയില്ല. പ്രിയമുള്ളവരെ, ഒരു ശേഷിപ്പ്, സന്തതി അല്ലെങ്കിൽ റെമനന്റ് എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാം. പഴയ നിയമമൊക്കെ വായിച്ച് ചില പേജുകളിൽ വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും അങ്ങനെയുള്ള ചില പുസ്തകങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിലൊക്കെ വരുമ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് തന്നെ കൂടും. കർത്താവ് ഇത് എന്തായി തീരും,
ഇത് എവിടെ എത്തിത്തീരും, ഇതിൻ്റെ പരിപാടി എന്തായി പോകും എന്നൊക്കെ നമുക്ക് വളരെ അത്ഭുതവും വളരെ ആശ്ചര്യവും ഭയവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും. സഭയുടെ ചരിത്രം വായിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ്. അങ്ങനെ ഓരോരോ കാലങ്ങളിലേക്ക് സഭ പ്രവേശിക്കുന്ന കാലത്ത് ഇനി ഇത് വെളിയിൽ വരുമോ, പ്രകാശം കാണുമോ, ഇത് നിലനിൽക്കുമോ, ഇതിനൊരു ഭാവിയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ചിന്തയും ഭാരവും നമ്മെ കയറിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, ദൈവത്തിന്റെ കാര്യപരിപാടിയാണോ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് പരാജയപ്പെടുവാനായിട്ട് പോകുന്നില്ല. അതിനെ പരാജയപ്പെടുത്തുവാനായിട്ട് മനുഷ്യൻ വിചാരിച്ചാൽ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയും ഒരു ദർശനവും ഒരു കാഴ്ചപ്പാടുമുള്ള ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വേലയ്ക്ക് പുറപ്പെട്ടു പോയാൽ ആ മനുഷ്യന് സന്തോഷിക്കാനും സമാധാനം അനുഭവിക്കാനും വളരെ ആശ്വാസം പ്രാപിക്കുവാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, വേല ചെയ്യുന്ന മനുഷ്യൻ്റെ ബലത്തിലല്ല ദൈവവേലയുടെ വിജയം ഇരിക്കുന്നത്. ആ വേലയെ ആരംഭിച്ച് അതിനെ എത്തേണ്ടടുത്ത് എത്തിക്കാനായിട്ട് നിർണയം ചെയ്തിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിലും അവൻ്റെ പരിപാടിയിലുമാണ് നമ്മുടെ ശുശ്രൂഷയുടെയും നമ്മുടെ വേലയുടെയും നമ്മുടെ ഭാവിയുടെയും ഉറപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും, ഈ വേല പരാജയപ്പെടാനായിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല, ഇത് അവസാനിക്കാനായിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല, അത് ഫുൾ സ്റ്റോപ്പ് ഇടുവാനായിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല. ദൈവത്തിൻ്റെ പരിപാടിയാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ ഉറപ്പും സന്തോഷവും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ക്യാമ്പ് മുഖാന്തരം നമ്മുടെ ഉള്ളിൽ തരുമാറാകട്ടെ. ആ ഉറപ്പും ദർശനവും പ്രാപിച്ച ഒരു മനുഷ്യന് കർത്താവിന് വേണ്ടി പുറപ്പെടുവാനായിട്ട് സാധിക്കും. അവനെ ദൈവം വിളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവം ആക്കി വെച്ചിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, ഇടങ്ങളിലേക്ക് അവന് പുറപ്പെടുവാനായിട്ട് സാധിക്കും. അവൻ്റെ ധൈര്യത്തിലല്ല, കർത്താവിൻ്റെ ധൈര്യത്തിൽ, അവൻ്റെ തീരുമാനത്തിലല്ല, ദൈവത്തിൻ്റെ നിർണയത്തിൽ, ദൈവത്തിൻ്റെ പരിപാടിയുടെ ഉറപ്പിൽ അവൻ പുറപ്പെട്ടാൽ പ്രിയമുള്ളവരെ, അവൻ ലജ്ജിച്ചു പോകാനായിട്ടിടയാകുകയില്ല. ദൈവം അവനെ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിക്കും. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആർ നമുക്ക് വേണ്ടി പുറപ്പെടും, ആർ പുറപ്പെടും. ഈ പറയുന്ന ഒരു ചിന്ത, ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറപ്പെടും. അവർക്ക് മാത്രമേ പുറപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ മാത്രമേ പുറപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അവരോടുകൂടെ കർത്താവ് ഇരിക്കും, അവരോടുകൂടെ കർത്താവ് പ്രവർത്തിക്കും. അവർ പ്രസംഗിക്കുന്ന വചനം ശരിയാണെന്നുള്ള ഉറപ്പ് ദൈവം അനേക ഹൃദയങ്ങളിൽ ഉറപ്പിച്ചു കൊടുക്കും. ആ വേലയ്ക്ക് അനുഗ്രഹവും പുരോഗതിയും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ പങ്കുവെച്ചതായിരിക്കുന്ന എളിയ വാക്കുകൾ ദൈവം ഉപയോഗിക്കട്ടെ. ചില ഹൃദയങ്ങളിലെങ്കിലും ആർ നമുക്ക് വേണ്ടി പുറപ്പെടും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായി യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തെ ദൈവം വെക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ നിലയിൽ ആശംസിക്കുന്നു. ഇങ്ങനെ ഒരവസരം ലഭിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കൾക്കുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട്